ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ചെയ്ത് നോക്കിയാലോ. അതിനായി ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് കഴുകി വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിച്ച് വെക്കാം. ഞാൻ അതിന് 4 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നന്നായി വെട്ടിത്തിളപ്പിക്കണം. ഞാനിപ്പോൾ റൈസ് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അതുകൊണ്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് റൈസ് ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നതിന് വേവിക്കുക. വിസിൽ വന്നതിന് ശേഷം കുക്കറിൽ നിന്ന് പെട്ടെന്ന് ബൗളിലേക്ക് റൈസ് മാറ്റണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്ത് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച് ഗാർലിക് അതിനകത്ത് ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾസ് എല്ലാം ഞാൻ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഉള്ളി, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം ചെറുതായി ചോപ്പ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യണം, എന്നാലാണ് ഇത് പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. സ്പ്രിംഗ് ഓണിയൻ കിട്ടുന്നതാണെങ്കിൽ അതും ഉപയോഗിക്കാം, അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. പിന്നെ സോയ സോസ് 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ, പിന്നെ ആവശ്യത്തിന് സോൾട്ട് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ചിക്കി പൊരിച്ച് വെച്ച മുട്ടയില്ലേ അതും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം റൈസിലിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ ഇളക്കുമ്പോൾ എപ്പോഴും ഒരു മരത്തിൻ്റെ തവി ഉപയോഗിച്ചിട്ട് വേണം ഇളക്കാൻ. ചിലപ്പോൾ സ്റ്റീലിൻ്റെ തവി ഉപയോഗിച്ച് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ റൈസ് പൊടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് മരത്തിൻ്റെ തവി വെച്ചിട്ട് ഇളക്കി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിലെ പോലെ കയ്യിൽ പാത്രം എടുത്ത് കറക്കി കൊടുത്തിട്ട് അങ്ങനെ ആകാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ തവി വെച്ച് ഇളക്കി കൊടുക്കുകയും വെജിറ്റബിൾസും സോസിൻ്റെ ഫ്ലേവറും എല്ലാം എല്ലാ സ്ഥലത്തും എത്തിയെന്ന് ഉറപ്പുവരുത്താം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കാൻ മടിക്കരുത്.